കേരളത്തിൽ മഴക്കാലം ശക്തമായി കൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങളിലും പ്രളയങ്ങൾ, അതേപോലെ പല മണ്ണിടിച്ചിൽ തുടങ്ങിയ വലിയ അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പറഞ്ഞിട്ട് കേരള സർക്കാരിനെ ഈ പ്രളയത്തിൽ മുക്കിക്കൊല്ലാം എന്നുള്ളൊരു പൂതിയിലാണ് ഇടതന്മാരുള്ളത്, CPM പ്രവർത്തകരുള്ളത്. കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ആളുകൾ UDF സർക്കാരിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. അവരാളപ്പോൾ ജയിപ്പിച്ചിട്ടുള്ളത് ഇവരല്ലല്ലോ. അപ്പോൾ ഇവരിപ്പം പല രീതിയിലും UDFനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി ഭക്ഷണം കഴിച്ച് മുപ്പരിന്നലെ ആ വിഷയം കൃത്യമായിട്ട് വാർത്താമാധ്യമത്തിൽ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 2018-19 കാലങ്ങളിൽ ഇവിടെ വലിയ അപകടങ്ങൾ ഉണ്ടായപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി ഇവിടെ ഭക്ഷണം കഴിക്കാതെ നിരാഹാര സമയത്തിലായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് മൂപ്പര് പറഞ്ഞ് കളിയാക്കുകയാണ്. സംഭവത്തിൽ UDF സർക്കാരിന് കിട്ടിയ ജനപിന്തുണ CPM പ്രവർത്തകരെ, ഇടതിനെ അല്ലെങ്കിൽ അവരുടെ ആ കൂട്ടത്തെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ റീൽസുകളിലും അതേപോലെ ഈ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇപ്പോൾ വോട്ടെടുപ്പാണ്. എന്താ വോട്ടെടുപ്പ്? ഇപ്പം നിങ്ങൾക്ക് 2 മാസം കൊണ്ട് 3 മാസം കൊണ്ട് നിങ്ങൾക്ക് ഇപ്പം പിണറായി അല്ലേ നല്ലത് എന്ന് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ എന്ന് വോട്ടെടുപ്പ്. ഇതൊക്കെ ഈ VD സതീശൻ എന്ന് പറയുന്ന ജനനായകന് അദ്ദേഹം ഭരണത്തിൽ കയറുന്നതിന് മുന്നേ 2-3 മാസം മുന്നേ ഈ പിണറായി വിജയൻ്റെ ഈ ഭരണത്തിൽ പൊറുതി മുട്ടിയ, അദ്ദേഹത്തെ ഇഷ്ടമില്ലാത്ത കേരളത്തിലെ മഹാഭൂരിപക്ഷം ആളുകളും ഇത്തരമൊരു വോട്ടെടുപ്പ് നടന്നപ്പോൾ VDക്ക് അനുകൂലമായി വോട്ട് ചെയ്തിരുന്നു. അതൊരു ട്രെൻഡായിരുന്നു അന്ന്. പിണറായി വിജയനെ ഇഷ്ടമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ എന്നൊരു വോട്ടെടുപ്പ് നടക്കുമ്പോൾ, സോഷ്യൽ മീഡിയയിലെ വോട്ടെടുപ്പ് ഉദ്ദേശിക്കുന്നത് ഞാൻ, നടക്കുമ്പോൾ അത് 90% ആളുകളും പിണറായിക്ക് എതിരെയായിരുന്നു വോട്ട് ചെയ്തത്. ഇപ്പോൾ അതേ ഒരു സിസ്റ്റം വീണ്ടും ജനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ കരുതിക്കൂട്ടി ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ ഒരു ചെറിയൊരു വോട്ടെടുപ്പ് നടത്തണം. പക്ഷെ അതിലൊക്കെ ജയിക്കുന്നത് VD തന്നെയാണ്. ഇപ്പോൾ പല ആരോപണങ്ങൾ നടന്നു കഴിഞ്ഞു. ആരോഗ്യ മേഖലയിൽ PM ശ്രീ എന്ന് പറഞ്ഞ വിഷയം, അതേപോലെ ഈ പ്രളയം, അതേപോലെ ഈ ഭക്ഷണം കഴിക്കൽ തുടങ്ങിയ കുറേ ആരോപണങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. ഈ അടുത്ത മാസമായിട്ട് നിയമസഭ കൂടാൻ പോവാം. ആ നിയമസഭയിൽ കൃത്യമായ മറുപടിയും കാര്യങ്ങളും ഒന്നുണ്ടാവും. ഇപ്പം നിയമസഭ കൂടി പിരിഞ്ഞിട്ടിപ്പം ഒരു മാസത്തോളമായി, ഏകദേശം 1 മാസം ആവാറായി. ഇപ്പം ഈ ഒരു ക്യാപ്പിൽ നിയമസഭ നടക്കുന്നില്ലല്ലോ. അപ്പോൾ നേതാക്കൾക്ക് വാർത്താ സമ്മേളനം നടത്താനും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള സാഹചര്യം ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ക്യാപ്പ് മുതലെടുത്തിട്ട് CPMൻ്റെ ആളുകൾ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. അതായത് ഗോളില്ലാത്ത പോസ്റ്റിലേക്ക് ഗോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഗോളുകളെല്ലാം ഒരു മറുപടി കൊണ്ട് തിരിച്ചയക്കുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു രീതി നിയമസഭയിൽ നമുക്ക് കാണാൻ കഴിയും. എല്ലാവർക്കുള്ള മറുപടി അദ്ദേഹം പറയും. അദ്ദേഹം പഠിച്ച് കാര്യങ്ങൾ പറയുന്ന ആളാണ്. ഇപ്പം നിലവിൽ കാര്യങ്ങൾ ഭക്ഷണം കഴിച്ച് VD സതീശന് ഈ പ്രളയത്തിന് വിഷയം ഉണ്ടായപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച വിഷയം ആരെങ്കിലും അനുകൂലിക്കുന്നുണ്ടോ എന്നൊരു ക്വസ്റ്റ്യന് സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ കാണാൻ കഴിയും. എല്ലാവർക്കും അനുകൂലമാണ്. ഹെലികോപ്റ്റർ യാത്ര അനുകൂലിക്കുന്നുണ്ടോ? എല്ലാവർക്കും അനുകൂലമാണ്. അപ്പോൾ അത് ജനങ്ങൾക്ക് എതിരെ അല്ലെങ്കിൽ UDFനെതിരെ ജനങ്ങളുടെ മനസ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കരുതിക്കൂട്ടി സോഷ്യൽ മീഡിയയിൽ ഒരു സംഘം, ഒരു മാഫിയ, സോഷ്യൽ മീഡിയ മാഫിയ സംഘം പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ്. അല്ലാതെ കേരളത്തിൽ UDFൻ്റെ ഭരണം മോശമായതുകൊണ്ടോ VD സതീശൻ്റെ പ്രവർത്തനം മോശമായതുകൊണ്ടോ അല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പവർ കട്ട് കാണിച്ചുകൊണ്ട് കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട്. സഹിച്ചോ, 5 കൊല്ലം സഹിച്ചോ, ഇരുട്ടത്ത് തപ്പാം. പിണറായി വിജയൻ സർക്കാർ ഉണ്ടാക്കിയെടുത്ത കടം കഴിഞ്ഞ നിയമസഭയിൽ VD സതീശൻ പറയുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ മേഖലയിലും കടമാണ്, എല്ലാ മേഖലയിലും മന്ദഗതിയാണ് സാമ്പത്തികമായിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ മഴക്കാലം വന്നപ്പം കുറച്ച് ദിവസങ്ങളിൽ പവർ കട്ടൊക്കെ വേണ്ടി വന്നു. പവർ കട്ടില്ലാത്ത 5 വർഷം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ ഇളക്കുന്നത്. പക്ഷേ ഈ പവർ കട്ട് ഇല്ലാത്തോണ്ടോ അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടോ അല്ല പിണറായിനെ നമ്മൾ പുറത്തിറക്കിയത് അല്ലെങ്കിൽ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കിയത്. അതിന് പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ UDF സർക്കാർ പരിഹരിച്ചിട്ടുണ്ട് എന്ന കാര്യം ഇവിടെ വ്യക്തമാണ്.